എല്ലാവർക്കും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് അല്ലേ. നമ്മളെ സംബന്ധിച്ചോളം 2024 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കുറെ ആളുകൾക്കൊക്കെ ഈ 2024 ഒരുപാട് നേട്ടങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇന്ന് ഇപ്പം കുറെ ആൾക്കാർക്ക് നല്ല പ്രതീക്ഷകൾ. സാറേ 2024 ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, 2025 ഞാനൊരു പൊടി പൊടിക്കും അല്ലേ. സിന്ധുവിനോടൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. 2024 ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. 2025 നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കത്തിക്കും. അതിനുള്ളൊരു അവസരം കൂടിയാണിത്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഒരു ദിവസം കൊണ്ട് ഒന്നും നമുക്ക് എന്ത് ചെയ്യല്ല, മാറ്റിമറിക്കാൻ പറ്റില്ല. അതിനാദ്യം വേണ്ടത് ഒരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് നമ്മുടെ ഉള്ളിൽ വേണം. ഈ പ്ലാനിങ് ഒക്കെ നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ജീവിതത്തെ നമ്മളാണ് മോൾഡ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളിൽ ഓരോ വ്യക്തികളെയും മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും അയൽക്കാരൊക്കെയാണ് അല്ലേ. അതുകൊണ്ടാണ് മൈലശ്ശേരി നമുക്ക് വിജയിക്കാൻ തടസ്സങ്ങളായിരിക്കുന്ന ഘടകങ്ങളെ. ഇപ്പം പ്രവീൺ സാറിനോട് ചിലപ്പം അയാളെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തേക്കും ഏറ്റവും അടുത്ത സുഹൃത്ത് പറയുന്നത്, എൻ്റെ പ്രവീൺ എനിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, നേരത്തെ ജോലി നല്ല സുന്ദരമായിട്ട് പോവല്ലേ, ഇതിപ്പം ആ സോപ്പും പേസ്റ്റൊക്കെ കൊടുത്ത് ആളുകൾ ഇങ്ങനെ പറ്റിച്ച് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, 8 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി കോൾഗേറ്റ് കിട്ടും. നമ്മൾ സോപ്പിന് എന്താ പറയുക, അത്രയും വില കുറഞ്ഞ സോപ്പുകൾ ഇഷ്ടം പോലെ കിട്ടാണ്ട് ഈ വെറുതെ ഇങ്ങനെ അല്ലേ, അങ്ങനെ ചോദിക്കും. അപ്പം നമ്മളെ ഏത് രീതിയിലും മറ്റുള്ളവർ മോൾഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ അവരെ കയ്യിലെ പാവകളായി നിന്ന് കൊടുക്കരുത്. കാരണം ഈ ബിസിനസ്സിനെ പറ്റി ആർക്കേ അറിയുള്ളൂ, നമുക്കേ അറിയുള്ളൂ, നമുക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെ പറ്റി അറിയില്ല. അവരെ ഇതെന്താണെന്ന് പഠിക്കാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുക. അപ്പം നിങ്ങൾ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവർക്ക് ഇതെന്താണെന്ന് പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നിടത്താണ് യഥാർത്ഥ ബിസിനസ്സുകാരൻ ജനിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തർക്കിക്കും. ഇതിൽ 2014 നമ്മളെ വിജയ് സാറുണ്ട്, ബെൻലി സാറുണ്ട്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ശൈലേഷ് സാറുണ്ട്, ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കും. ഇത് തർക്കിച്ചുകൊണ്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. ആ വ്യക്തിയോട് ഇപ്പൊ നിങ്ങൾ കടലിലെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ സിന്ധു വേണം കടലിൽ പോയി ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് കൂട്ടുകാരെയും വീട്ടിന്റെ അയൽവക്കത്തുള്ളവരൊക്കെ അത് പറയാം, ഇത് കടലാണ്, ഈ കടലില് തിമിംഗലമുണ്ട്, ഭയങ്കരമായ തിരകളുണ്ട്, അങ്ങനെ ഒരുപാട് 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 സംഭവങ്ങളാണ്, മുത്തുണ്ട്, പവിഴമുണ്ട് എന്നൊക്കെ പറഞ്ഞാല് അവര് പറയും സിന്ധു മേഡത്തിന് വട്ടാണെന്ന്. കാരണം എന്താ, സിന്ധു മേഡം കാണിച്ചു കൊടുക്കുന്നത് എന്തിനകത്താ, ഒരു ബക്കറ്റിനകത്താ കാണിച്ചു കൊടുക്കുന്നത് അല്ലെ. ബക്കറ്റിനകത്ത് തിരമാല അവിടെ ഉണ്ടാവോ? ഉണ്ടാവില്ല. തിമിംഗലത്തെ കാണിച്ചു കൊടുക്കാനാവോ? കാണിച്ചു കൊടുക്കാനാവില്ല. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവന്റുകളും പ്രോഗ്രാമുകളിലേക്ക് അവരെത്തിക്കുക, കടൽ തീരത്തേക്ക് എത്തിക്കുക അല്ലേ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ നമ്മള് ആളുകളോട് തർക്കിച്ച് സമയങ്ങൾ, ഞങ്ങളൊക്കെ തുടക്കത്തിൽ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങിയ സമയത്ത് നമുക്കിതറിയില്ല. അന്ന് നമ്മൾ ചെയ്തത് ഒരു ജീപ്പ് വിളിക്കും, ജീപ്പിനകത്ത് ഓരോന്നിനെ കുത്തി നിറച്ച് പ്രോഗ്രാം സെന്ററിലേക്ക് കൊണ്ടിറക്കും. ഇന്ന് അതൊക്കെ അന്യം നിന്ന കലാരൂപമായി മാറിയിട്ടുണ്ടല്ലേ മനോജ് സാറേ. തുടക്കത്തിലുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ആരും പുതിയ ആളുകളെ കൊണ്ടുവന്ന് കേൾപ്പിക്കാൻ GT സെന്ററിൽ തയ്യാറാകുന്നില്ല. നമ്മൾ തന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഓടിക്കഴിച്ച് ആ സമയത്ത് എത്തിച്ചേരുക. അപ്പൊ പിന്നെ എങ്ങനെയാ പുതിയ ആൾ കൊണ്ടുവരുന്ന നേരം? ഒരു പ്ലാനിങ് ഇല്ല, അതാണ് സത്യം എന്ന് പറയുന്നത്. വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ ഉദാഹരണം അല്ലെ, ഒരു മീൻ പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ആ മീൻ പിടിക്കാനുള്ള വലയും, ഇനി ഓരോ പ്രാവശ്യം അവർ വന്നു കഴിഞ്ഞാലും ആ വലയ്ക്ക് എവിടെയെങ്കിലും കണ്ണി പൊട്ടിയിട്ടുണ്ടോ, അതൊക്കെ ഇഴകളൊക്കെ തുന്നിച്ചേർത്ത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, വീണ്ടും കടലിലേക്കോ പുഴയിലേക്കോ ആ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ സെയിൽസിന് പോകുന്ന നമ്മളെ കയ്യിൽ എന്ത് പ്രത്യേകത ഉള്ളത്. രാവിലെ ആരെങ്കിലും മനസ്സാറില്ല, ഇന്ന് ഏത് വഴിക്ക് പോകണോ, ആ വഴിക്ക് ഒരു കാര്യമുണ്ടോ, അച്ചങ്ങായി അത്ര പോരാ, ഈ വഴിക്ക് നമ്മൾ ബ്രോൺസ് ആയിട്ടുള്ളൂ, ഓൻ അത്ര സീരിയസ് ആണോ, ഇങ്ങനെ രാവിലെ നമ്മൾ 1-2 മണിക്കൂറൊക്കെ അങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും കളയും അല്ലേ രജിസാറെ? അങ്ങനെയല്ലേ സംഭവിക്കാറുള്ളത്? എന്നിട്ടൊരു ഇറക്കാം, എന്താ പോയി വെക്കാം. നമ്മൾ പറയുമ്പോൾ അല്ലേ, ഏത് ഭാഗത്തേക്കാണോ തല തിരിഞ്ഞത് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളത് പോയി നോക്കി അത് കൃത്യമാണോ,
അപ്പൊ അവര് പിന്നെ നമ്മളെന്തായി ഒന്ന് രണ്ട് ആൾക്കാർ നെഗറ്റീവ് നമ്മൾക്ക് തന്നെ മടുത്ത് പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് വിശ്രമിച്ച് ഇങ്ങനെ നമുക്കൊരു ചിട്ടയും പ്ലാനിങ്ങും ഇല്ലാതാണ് പല ആളുകളും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഒരു 1 വീക്ക് പ്ലാനിങ് നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. ഈ ഓരോ ആഴ്ചത്തെയും നിങ്ങൾ ഷെഡ്യൂള് കൃത്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ സമയം മതിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. പക്ഷെ ഇന്ന് എല്ലാവരും നോക്കിക്കഴിഞ്ഞാല് സമയം ഒരുപാട് കിടക്കുന്നുണ്ടാവും അല്ലെ. പണ്ടൊരാളോട് തേങ്ങാക്കൂട്ടം എണ്ണാൻ പറഞ്ഞിട്ട് അപ്പം ആൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മുതലാളി എണ്ണം തീർന്നു പോയി, തേങ്ങ പിന്നും ബാക്കിയാന്ന് പറഞ്ഞിട്ടുണ്ട്. എണ്ണം തീർന്നു പോയിട്ടുണ്ട്, തേങ്ങ പിന്നും ബാക്കിയാണ്. കാരണം അതിന്റെ അർത്ഥം എന്താ? അയാൾ അത്ര വരെ എണ്ണ അറിയുള്ളൂ. അതേപോലെയാണ് പല ആളുകളും ഇന്ന്. ഞാൻ ആരെ കാണാനാ? അത് വ്യക്തമായ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ആളുകളെ കാണാനില്ലാത്തത്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഇന്ത്യയില് 140 കോടിയോളം ജനസംഖ്യ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 142 കോടി എത്തിയിട്ടുണ്ട് അല്ലെ. പക്ഷേ ടോട്ടൽ എല്ലാ നെറ്റ്വർക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 കോടിയുടെ താഴെ ഏകദേശം 85 ലക്ഷത്തിനടുത്ത് ആളുകൾ മാത്രമേ നെറ്റ്വർക്കിലേക്ക് ആഡ് ആയിട്ടുള്ളൂ. അങ്ങനെ 141 കോടി ജനങ്ങൾ പുറത്തില്ലേ? കേരളത്തിലൊരു 3-4 കോടിൻ്റെ അടുത്ത് ജനങ്ങൾ കൂട്ടിക്കോ. ആ 4 കോടിൻ്റെ അടുത്ത് എത്ര ശതമാനം ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും? പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ പറയും സാറേ കഴിഞ്ഞു, അവിടെയൊക്കെ തീർന്നു, ഇവിടെ തീർന്നു, അവിടെയൊക്കെ മൈലേജ് കംപ്ലീറ്റ് ആൾക്കാർ ആയി കഴിഞ്ഞു, ഇനി നമ്മൾ ആരെടുത്ത് പോവാനാ? ഇങ്ങനെയല്ലേ പല ആൾക്കാരും ചിന്തിക്കുന്നത്. അതെന്താണ് കാരണം? നമ്മളെ ഉള്ളിൽ വ്യക്തമായ പ്ലാനിങ് ഇല്ല. ഇപ്പൊ രജിസാറിന് ഒരു പ്ലാൻ ഉണ്ടാവണം. രജിസാർ 2025 ഡിസംബർ ആകുമ്പോഴേക്കും ഒരു 10 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വീഴണം. അത് അങ്ങനെ പ്ലാനിങ് രജിസാറുണ്ടോ? അത് 2026 ആകുമ്പോഴേക്കും എനിക്ക് ഇത്ര ലക്ഷത്തിന് പ്രീമിയം വെഹിക്കിൾ വേണം. അത് 2030 ആകുമ്പോഴേക്കും എൻ്റെ അസറ്റ് ഇത്രയായിരിക്കണം. ഇങ്ങനത്തെ പ്ലാനിങ് ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ബിസിനസ് കൂടി കൃത്യമായിട്ട് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് MS പ്രസാദ്, MSP എന്ന് പറയുന്ന വ്യക്തി. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കടബാധ്യതകളുടെ ഇടയിൽ കൂടി ജീവിച്ച വ്യക്തി അദ്ദേഹം. ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു വയനാട്ടിലെ. ആ ടാക്സി ഡ്രൈവർ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 26-ന് അവളെ മകളെ കല്യാണം നടത്തിയ ദിവസം 150 പവനോളം കൊടുത്താണ്. ഇന്ന് 150 പവന് മനോജ് സാറേ എത്ര ലക്ഷം റുപ്യ ഉണ്ടാവും? ഏകദേശം 1.5 കോടി അടുത്ത് വരില്ലേ? 1.5 കോടി അടുത്ത് വരും. അതുപോലെ തന്നെ 70 ലക്ഷത്തോളം വില വരുന്ന ഒരു എന്താ പറയാ സി ക്ലാസ് ബെൻസ് കാർ അല്ലേ. അത് കണ്ടപ്പോ ഓരോരുത്തർക്കും എന്താ തോന്നിയിട്ടുള്ളത്? അദ്ദേഹം ആ മകളോട് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, മോളെ, അച്ഛനെ നിന്നെ കൈപിടിച്ച് ഒരാളെ ഏൽപ്പിക്കാനുള്ള അവസരം നീ തരികയാണെങ്കിൽ അന്ന് നിന്നെ ഞാൻ പൊന്നിട്ട് മൂടിക്കൊണ്ടായിരിക്കും, നീ ചിന്തിക്കുന്നതിന് മേലെയായിരിക്കും ഈ അച്ഛൻ നിനക്ക് സമ്മാനമായി തരുന്ന കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അച്ഛന് നിന്നെ കൈപിടിച്ചു. എന്താ ഉദ്ദേശിച്ചത്? മോള് കണ്ടനോട് ചാടി പോവാതെ ആ വീട്ടിലെ പഠിച്ച് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ അച്ഛൻ എന്ത് ചെയ്യും? കൈപിടിച്ചു കൊടുക്കുമ്പോൾ ഈ രീതിയിൽ കൊടുക്കും. അത് അദ്ദേഹത്തിന് കഴിഞ്ഞ എന്തുകൊണ്ട് വെച്ചാൽ ദാറ്റ്സ് പവർ ഓഫ് MLSL മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അത് അദ്ദേഹത്തിന്റെ തീരുമാനം, അത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനം. ഇങ്ങനെ അതേ ID നമ്പറും അതേ കമ്പനിയിലാണ് നിങ്ങൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഞാനും മൈലേശ്വരാന്ന് പറയാനാണ് മനസ്സാറ്. ജീവിതത്തിൽ എന്ത് മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഉണ്ടാക്കിയേ പറ്റും. നമ്മളെ മറ്റുള്ളവർ വിലയിടുന്നത്, നമ്മളെ കമ്പനിയെ കാണുന്നത് നമ്മളിലൂടെയാണ്. MLSL ബിസിനസ്സിനെ അവർ കാണുന്നത് നമ്മളിലൂടെയാണ്. നമ്മൾ എന്ത് നേട്ടം ഉണ്ടാക്കി? അവർ ചിന്തിക്കും, മനോജ് കുറെ കാലം ഈ ബാഗും തൂക്കി പോകാൻ തുടങ്ങിയിട്ട് ചങ്ങ എന്ത് നേട്ടം ഉണ്ടാക്കിയേ? സത്യല്ലേ? അങ്ങനെയല്ലേ അവർ ചിന്തിക്കുന്നത്. ഇത് നിങ്ങളിൽ ഓരോ വ്യക്തികളെ പറ്റിയും എന്ത് ചെയ്യും? അവർ കാൽക്കുലേറ്റ് ചെയ്യും. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോ യു വാണ്ട് ചേഞ്ച്, ഫസ്റ്റ് യു ചേഞ്ച്. സിന്ധു മാഡം മൈലേജ് ചെയ്യുന്നുണ്ട്. പ്രാധാന്യം കൊടുക്കുന്നത് ബ്യൂട്ടീഷ്യൻ കോഴ്സ്, എന്താ സംഭവം കൊടുക്കുന്നത് എനിക്ക് അറിയില്ല. അതിനാണെങ്കിൽ അതിലല്ലേ നേട്ടം ഉണ്ടാവും അല്ലെ. ഒരേ സമയത്ത് 2 തോണി യാത്ര ചെയ്താൽ ആ 2 തോണി 2 വഴിക്ക് പോവും. നമ്മൾ കിടക്കും, വെള്ളത്തിൽ കിടക്കും. അപ്പോ ഒരു വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി, വ്യക്തമായ ഒരു തീരുമാനത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾ വിജയിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പേരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു ബിസിനസ് കൃത്യമായി ചെയ്ത് ഡാറ്റ്സിന്റെ ബിസിനസ് കൂടി ഭയങ്കരമായ നേട്ടം ഉണ്ടാക്കി. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാക്കി. അന്ന് അദ്ദേഹം ഒരു BMW കാറ്, ഏകദേശം 65-70 ലക്ഷത്തിന്റെ BMW കാറ് മേടിച്ചു. അങ്ങനെ അദ്ദേഹം
അദ്ദേഹത്തിന്റെ അമ്മാമ്മ ഉള്ളത് വയനാട്ടിലാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരി ഭാഗത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വയനാട്ടിലെ അമ്മാമ്മേനെ കാണാൻ പോയതാ. അങ്ങനെ അവരവിടെ ചെന്നു. മകൻ അവിടെ ചെന്ന് പറഞ്ഞു, മോനെ, അപ്പോൾ പറഞ്ഞു, ആ നിന്റെ കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാടാ, നീ വലിയ വീടെടുത്തു എന്നൊക്കെ കേട്ടു, സംഭവമൊക്കെ ശരി, ഇതൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി, നിന്റെ ബാങ്കിലൊക്കെ ഇഷ്ടംപോലെ പൈസ ആയി കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും നിനക്കൊന്ന് പണിക്ക് പോയിക്കൂടാടാ, ഇനിയെങ്കിലും നിനക്ക് പണിക്ക് പോയിക്കൂടെ എന്നാണ് ആ അമ്മാമ്മ ആരോട് ചോദിച്ചത്? ഈ ലീഡറോട് ചോദിച്ചത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ആളുകളെ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമ്മളെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയല്ലേ സിന്ധു മാഡം? നമ്മൾ സംബന്ധിച്ചോളം ചിന്തിക്കുന്നത്, ജോലിക്ക് പോയെങ്കിലേ തൽക്കാലം കാര്യങ്ങൾ കാണുള്ളൂ, മൈലേജിൽ ചെയ്ത് കോടികൾ ഉണ്ടാക്കുക. എപ്പോ, എങ്ങനെ, ആര് വിശ്വസിക്കേ? കാരണം 2,10,000 പ്ലാനും പറഞ്ഞ് 500 റുപ്യേന്റെ പണിക്ക് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഉൾക്കൊള്ളൂ രജി സാറേ? ആരും ഉൾക്കൊള്ളൂല. ഞാൻ തുടക്കത്തിലൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയാ, രണ്ടും കൂടിയാ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 2/10 കിട്ടണം, അല്ല ഒരു ദിവസം 30,000 ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് എൻ്റെ കൈ കിട്ടിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറായി. ആദ്യം എന്ത് ചെയ്യുക, ജോലി വലിച്ചെറിഞ്ഞു. മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, ഇനി നീ മൈലേജ് മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് വേണം നിന്റെ കുടുംബത്തെ പോറ്റാൻ, ഇതുകൊണ്ട് വേണം നിന്റെ കുട്ടികളെ വളർത്താൻ, ഇതുകൊണ്ട് വേണം നീ നിന്റെ വർക്കിംഗ് എക്സ്പെൻസ് കണ്ടെത്താൻ. അത് ചിന്തിച്ച് എന്ത് ചെയ്തു, ഈ ബിസിനസ് തന്നെ ഏറ്റെടുത്തു. ഒരുപാട് കഷ്ടപ്പെട്ടു. പെട്രോൾ അടിക്കാൻ പോലും കാശില്ലാത്ത സ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഏകദേശം ഒരു പെട്രോൾ പമ്പിന്റെ 100 മീറ്റർ ഇപ്പുറം വെച്ച് എൻ്റെ ബൈക്കിന്റെ പെട്രോൾ തീർന്നു. എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. തുടക്കം ഘട്ടത്തിലാണ്. ഏകദേശം എനിക്കൊന്ന് ടി സി റാങ്കാൻ സംശയമുണ്ട്. അപ്പോൾ ഇല്ല, എൻ്റെ കയ്യിൽ കുറച്ച് പ്രൊഡക്റ്റുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഞാൻ നോക്കുമ്പോൾ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കുറേ ആളുകൾ വണ്ടി ഉന്തി ഏകദേശം പമ്പിൻ്റെ അടുത്ത് കൊണ്ടാച്ചു. പമ്പിൽ നോക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ബാഗ് എടുത്ത് നേരെ പോയി. അങ്ങനെ പല ആൾക്കാരും പേസ്റ്റ് വേണോ സോപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഈ പല്ല് എന്താ പറയുക, മോണവീക്കം, പല്ലിൻ്റെ ബ്ലീഡിങ്, ഇങ്ങനെ പ്രശ്നമൊക്കെ പറ്റുന്നപ്പോൾ അങ്ങനെ പ്രശ്നം എനിക്കുണ്ട്, ആ പേസ്റ്റ് കൊണ്ട് മാറും തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന്റെ വില 150. അമ്പോ, പൈസ ഭയങ്കര, അപ്പൊ എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ നാളെ കുറഞ്ഞ പൈസയെ കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് എന്ത് വന്നാലും വേണ്ടില്ല, ആവശ്യം നടക്കണമല്ലോ. ഞാൻ അവർക്ക് 100 രൂപ കൊടുത്തു വെച്ചു. കാരണം പെട്രോൾ അടിക്കാണെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു 100 രൂപയ്ക്ക് നിങ്ങൾ എടുത്തോണ്ടി, ഇത് നിങ്ങൾക്ക് ഗുണം വരികയാണെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങളുടെ പൈസ ഞാൻ എപ്പോഴെങ്കിലും പെട്രോൾ അടിക്കാൻ വരുമ്പോൾ തന്നാൽ മതിയാണ്. കാരണം അങ്ങനെ വാക്കാട് പറഞ്ഞു വെച്ചു. പക്ഷെ പിന്നീട് ആ ചേച്ചിയും എൻ്റെ ബിസിനസ്സിൽ ഐഡിയ അടിച്ചു എന്നതാണ് സത്യം. ആ ചേച്ചിയും എൻ്റെ ബിസിനസ്സിൽ ഐഡിയ അടിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. പല ആൾക്കാരും എല്ലാ വാതിലുകളും കാണുമ്പോൾ ഈ വാതിലൊക്കെ അടച്ചിട്ടതാണെന്ന് ചിന്തിക്കും. പക്ഷെ ഒരു വാതിലും ചിലപ്പോൾ നമുക്ക് മുന്നിൽ സാക്ഷിയായിട്ടുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് തള്ളണം. ആ തള്ളാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷെ വാതിൽ ചാരി കാണുമ്പോൾ നമ്മൾ പറയും ഇവിടെ ആളില്ല, പോവാം. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ ഒന്ന് തള്ളി കൊടുത്താൽ ഒരുപക്ഷെ നമുക്ക് നേടാൻ പറ്റും. അങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് എൻ്റെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ചിറക് മുളച്ചു. ആദ്യമല്ല ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊന്നും നടക്കൂല. കയ്യിലൊന്നും കാര്യമായിട്ടില്ല. 19 ലക്ഷത്തോളം കടബാധ്യത, വീടൊക്കെ ഉണ്ടാക്കിയ കടബാധ്യതകൾ. നിലവിലുള്ള ബൈക്കിനാണെങ്കിൽ എന്താ പറയാ, പഴയ ഒരു ഡിസ്കവറിന്റെ 125 ബൈക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു സ്റ്റാൻഡിന്റെ സ്പ്രിങ് പോയിട്ട്, മനോജ് സാറേ, ആ സ്പ്രിങ് പോയി കഴിഞ്ഞാൽ അത് മാറ്റാൻ സ്പ്രിങ്ങിന് 20 രൂപയേ ഉള്ളൂ. പക്ഷെ 100 രൂപ ആർക്ക് കൊടുക്കണോ? മെക്കാനിക്കിന് കൊടുക്കണം. അതുകൊണ്ട് അത് മാറ്റാതെ വയറ് വെച്ച് കെട്ടിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് ഇന്ന് പുതിയ സ്കൂട്ടി വാങ്ങി, അതിനുശേഷം ഒരു സെക്കൻഡ് കാർ, നാനോ കാർ കുറെ കാലം ഉപയോഗിച്ചു. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഏകദേശം 19 ലക്ഷത്തോളം വരെയുള്ള സ്കോഡയുടെ പ്രീമിയം ക്ലാസ് കുഷാക്ക് എന്ന കാറാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഉള്ളിൽ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ചാർട്ട് ഉണ്ടാവണം. നിങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കേണ്ടത്. എന്റെ ടീം ഇപ്പൊ അനിൽകുമാർ ഇന്ത്യക്ക്, അനിൽകുമാറിന്റെ ടീം അനിൽകുമാർ കോടീശ്വരനാക്കും, അനിൽകുമാർ ലീഡേഴ്സ് അനിൽകുമാർ കോടീശ്വരനാക്കും. ഇത് ചിന്തിക്കരുത്. ഇവിടെയാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ്, ഓ എന്നെ കൊണ്ടുവന്ന് ഇന്നയാളല്ലേ, അയാൾ വേണമെങ്കിൽ എന്നെ കോടീശ്വരനാക്കട്ടെ, സാറേ എന്നെ ഇന്നാൾ കൊണ്ടുവന്ന് അവർക്ക് വേണേ കോടീശ്വരനാക്കട്ടെ, എനിക്ക് അങ്ങനത്തെ തിരക്കൊന്നുമില്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നടക്കുവോ? നടക്കൂല. അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ബിസിനസ് സക്സസ് ആയിട്ടുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്ത ആളുകളാണ്. ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കും. ഇന്നിപ്പോ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-72 ആളുകൾ ഉണ്ടാവാം ഈ മീറ്റിൽ, അല്ലെ? ഇതില് വീഡിയോയിൽ ഇരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ വെറുതെ ആരെയും വേദനിപ്പിക്കാൻ പറയല്ല. ആ വീഡിയോയിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. അവർ ഈ ബിസിനസ്സിൽ കമ്മിറ്റഡ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്.
കാരണം എന്തുകൊണ്ടാ, അവർ ഈ അരമണിക്കൂർ സമയം, 3/4 മണിക്കൂർ സമയം, അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം ഉള്ളത് വെച്ചാൽ ഈ സമയത്തിനുള്ളിൽ അവർ ചിന്തിക്കുന്നത് ഇത്ര മാത്രമാണ്. എന്ത്, ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. ചില ആൾക്കാർ നമ്മളെ എന്ത് ചെയ്യും, ലീഡേഴ്സിനെ പേടിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ട് അവരെന്ത് ചെയ്യും, അടുക്കളയിലെ പണിക്ക് പോവും, മറ്റു കാര്യങ്ങൾക്ക് പോവും. വിളിച്ചാലോ, നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വിളിച്ചു നോക്കി നോക്ക്, ഓലെ എത്തൂല. അങ്ങനെ ഈ ക്യാമറ ഓഫ് ആക്കിയിട്ടുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ അങ്ങ് മനസ്സിലാക്കാൻ പറ്റും, അവരെന്താവൂല, അവരെത്തൂല. കാരണം എന്താ, അവർ വേറെന്തോ പണിയിലായിരിക്കും. നിങ്ങൾ ഇന്നത്തെ എക്സ്പീരിയൻസിൽ ഇന്ന് ലീഡർ എന്താ പറഞ്ഞത്, ഏത് ലീഡറിന് വന്ന് ഞാൻ കണ്ടില്ലട്ടാ എന്നറിയും അല്ലേ, അയാൾ എന്തെങ്കിലും പറഞ്ഞേ അങ്ങനെ ചോദിക്കും അല്ലേ. അപ്പം കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ ഒരു ബിസിനസ്സിനെ ആർക്കോ വേണ്ടി ചെയ്യുക, ഒരു വലിയ ലീഡേഴ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ആർക്കോ നമ്മൾ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത കമ്മിറ്റ്മെന്റിൽ മാത്രം ചെയ്യുക. അപ്പൊ സീരിയസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 1 മണിക്കൂർ സമയം കമ്മിറ്റഡ് ആയിട്ട് അവരെ കൂടെ നിൽക്കണം. എനിക്ക് പറയാനുള്ള കാര്യം അത്രയാണ്. അല്ലാതെ നമുക്കതിൽ വലിയ നേട്ടങ്ങളൊന്നും, ഞാൻ ഒരുപാട് ട്രെയിനിങ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ട്രെയിനറാണ് നിങ്ങളെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള ബിജീഷ് വിജയൻ സാർ അല്ലേ. അദ്ദേഹം ഏറ്റവും സൂപ്പർ ട്രെയിനറാണ്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഒരു തീരുമാനവും ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ടീമിൽ വന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടാവുമെന്നാണ് തന്നെ അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇതിന്റെ പേരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ട്രെയിനിങ്ങിന് ഒന്നും അല്ല നമ്മളൊരു കാര്യം. ഇത് ഈ ബിസിനസ് ചെയ്യാൻ കൂടുതൽ പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. മുകളോട്ട് വരുമ്പോൾ നല്ല ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പഠിച്ചോളും. അത്രേ ഞാൻ പറയുള്ളൂ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇതിന് മാറ്റി വെക്കേണ്ടത് ഈഗോ. അങ്ങനെ ഈഗോ എന്നൊക്കെ പറഞ്ഞ ചിലക്ക് പെട്ടെന്ന് അങ്ങ് ഓടൂല അല്ലേ. നമുക്ക് ചില ആളുകളൊക്കെ നമ്മളെ കൂടെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് അവർ ചിലപ്പോൾ കുറച്ച് നമ്മൾ പറയുന്നൊന്നും ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് അവരോടൊരു ദേഷ്യം തോന്നും. ഞാൻ വന്ന് എത്രയോ ആയില്ലേ, അവൻ ഇപ്പോഴല്ല വന്ന്, അവൻ എന്നെ പഠിപ്പിക്കുക. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന കഴിവ്. ശരിക്കും ഒരു പാമ്പാട്ടിയെ പോലെ ആയിരിക്കണം എപ്പോഴും ഒരു ലീഡർ. കാരണം എന്താ, പാമ്പാട്ടിന്റെ ആ ഒരു ഇതിലേക്ക് എന്തൊക്കെ ഉണ്ടാവും, ചേര ഉണ്ടാവും അല്ലെ, നീർക്കോലി ഉണ്ടാവും, അതുപോലെ തന്നെ മൂർഖൻ ഉണ്ടാവും, രാജവെമ്പാല ഉണ്ടാവും, അണലി ഉണ്ടാവും, പെരുമ്പാമ്പ് ഉണ്ടാവും. ഇതിനൊക്കെ ഓരോ സ്വഭാവമാണോ ജയ് സാറേ? അല്ല, ഇതൊക്കെ പല സ്വഭാവങ്ങളായിരിക്കും അല്ലെ. അപ്പം ഇതിനൊക്കെ അനുസരിച്ച് നിൽക്കാൻ ഒരു പാമ്പാട്ടി കഴിയുന്നിടത്താണ് അയാൾക്ക് കടിയേൽക്കാതെ മുന്നോട്ട് പോകുന്നത്. അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, നീർക്കോലിനൊക്കെ പിടിച്ച് ഇങ്ങനെ കാണിച്ച് മൂക്കിലൊക്കെ കയറ്റി അല്ലെ, കഴുത്ത് കൂടി കെട്ടി കാണിക്കും. പെരുമ്പാവിനെ പിടിച്ച് കഴുത്തിലൊക്കെ കെട്ടി ഇങ്ങനെ കാണിക്കും അല്ലെ. എന്നാൽ ഒരു രാജവെമ്പാലിനെയോ മൂർഖനൊക്കെ അങ്ങനെയുള്ള അവസ്ഥ എന്തായിരിക്കും, മൂക്കിലൊക്കെ കയറ്റിയുള്ള അവസ്ഥ എന്തായിരിക്കും, പിന്നെ 2 പഞ്ഞെടുത്ത് മൂക്കിൽ വെച്ചാൽ മതിയാവും അല്ലെ, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം മൂർഖനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ദൂരെ ഇങ്ങനെ വെച്ചിട്ട് തൂവാല കൊണ്ട് ഇങ്ങനെ ആട്ടി അതിനിങ്ങനെ കളിപ്പിക്കാന്നല്ലാതെ. അപ്പൊ ഓരോ ആളുകളും പല രീതിയിലുള്ള ആളുകളാണ് ഈ ബിസിനസ് കടന്നു വരിക. അപ്പൊ അത്തരം ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ മനോജ് സാർ ചിന്തിക്കും, രജി സാർ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ യൂസഫ് സാർ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? യൂസഫ് സാർ കണ്ട ഒരു പതുങ്ങിയ സാധാരണ മനുഷ്യനായിരിക്കും, പക്ഷെ ഉള്ളു ഭയങ്കര സംഭവമായിരിക്കും. അപ്പം അവരെ രണ്ടുപേരും 2 രീതിയിൽ വേണം കൈകാര്യം ചെയ്ത് പോകാൻ. അല്ലെ ബഷീർ സാറ് വേറെ രീതിയിലായിരിക്കണം. അങ്ങനെ ഓരോ വ്യക്തികളെയും നിങ്ങൾ ഓരോ രീതി കൈകാര്യം ചെയ്ത് നോക്കി നോക്കും, ഈ ബിസിനസ് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിനുള്ള കഴിവ് ആർക്കുണ്ടാവണം? ഒരു ലീഡർ നിലയ്ക്ക് നമുക്ക് ഉണ്ടാവണം. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക? ഈ കഴിവിൽ നമ്മളെ ചെത്തി മിനിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ട്രെയിനിങ്ങുകൾ, മീറ്റിങ്ങുകൾ, GTSകൾ. ഇതെല്ലാ സമയത്തും നമ്മൾ കൃത്യസമയത്ത് ട്രെയിനിങ്ങിന് വരിക, പഠിക്കുക. ഓരോ ലീഡർ പറയുന്ന അവർക്കും അയാളെ നമ്മൾ എന്ത് ചെയ്യേണ്ട വിലയിരുത്തേണ്ട. ഇപ്പൊ നമ്മളൊക്കെ പ്രധാനപ്പെട്ട ലീഡറാണ് ശ്രീധരൻ സാർ അല്ലേ. നിങ്ങൾക്കൊക്കെ ഏതൊരാൾക്കും മാതൃകയാക്കാം. എന്തുകൊണ്ടാണ്, ഒരു 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു ശ്രീധരൻ പള്ളിയെത്തുന്ന വ്യക്തി ഇന്ന് ITC റാങ്ക് ഏകദേശം 1 കോടി 1.5 കോടിക്ക് മേലെ ഈ ബിസിനസ് കൂടി അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ മനോജ് സാറിനോ രജി സാറിനോ അല്ലെ സിന്ധു മേഡത്തിനോ ആർക്കെങ്കിലും ഇതിൽ കൂടി പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറണം. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി വിളിക്കരുത്. നമ്മളെ ആൾക്കാരെന്താണ്, എന്തെങ്കിലും ചെറിയ പ്രശ്നം, അയ്യോ സാറേ ഒരു രക്ഷയില്ലേ, നാട്ടില് വീട്ടിൽ കൂടുതൽ കല്യാണം, അത് ഇത്, ഇതൊക്കെ പൈസ വേണം, അപ്പൊ അതുകൊണ്ട് നമുക്ക് പണിക്ക് കുറച്ച് ദിവസം പോയി നടക്കൂല. ഇവിടെ 2 ലക്ഷത്തിന് പ്ലാൻ പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം പണിക്ക് വന്നത്. ഇത് 600 രൂപ പണിക്ക് വന്നത്. പിന്നെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതെല്ലാം കൂടി തീർന്നിട്ടുണ്ടാവും. ഇനി 2ാമത് ഉണ്ടായിക്കൊണ്ടിരണം. ഒന്ന് പോവും, പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒന്ന് പോവും, ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് എത്ര കാലം ഇങ്ങനെ കളിക്കുക? 10-40 വർഷം അധ്വാനിച്ചാൽ നേടാൻ പറ്റുന്നത് 4 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അവസരമാണ് ഡയറക്ട് സെല്ലിംഗ്. അത് തെളിയിച്ച ലീഡേഴ്സും നമ്മുടെ മുന്നിലുണ്ട് ഇല്ലേ? ഉണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല. പിന്നെ എങ്ങനെയാണ് നാട്ടുകാർ നമ്മൾ വിശ്വസിക്കുക? ഒന്ന് പറയാങ്ങൾ. കോടീശ്വരനാകുന്നുണ്ടെങ്കിൽ നമ്മളെ നടത്തത്തിലും ആ നിപ്പിലും ആ പോക്കിലും ആ നോട്ടത്തിലൊക്കെ ഒരു കോടീശ്വരന്റെ ലുക്ക് വേണ്ടേ?
അത് വേണം. കുറച്ചൊരു മസിലൊക്കെ തോന്നും ആള് കണ്ടു കഴിഞ്ഞാൽ. ഒരു സംഭവം ഉള്ളിൽ ഫ്ലെക്സിബിളൊക്കെ ആയിക്കോളൂ. അപ്പൊ നമ്മളൊക്കെ വന്ന് ഇങ്ങനെ ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പോകുമ്പോൾ തന്നെ ഇവൻ മിക്കവാറും കോടീശ്വരനാവും, ഇവന്റെ നടത്തവും ഭാവമൊക്കെ ഒരു കോടീശ്വരന്റെ ആണ് എന്ന് തോന്നിപ്പിക്കണ്ടേ? ആ തോന്നിപ്പിക്കുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കോടീശ്വരനെയും മാറുന്നത്. നിങ്ങൾ പലപ്പോഴും അനിൽകുമാർക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എന്തൊക്കെ എന്റെ വിചാരം എന്താ വെച്ചാൽ ഡയമണ്ടൊക്കെ ആണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആവാഹിക്കും. വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഒന്ന് ഓണക്കഴിച്ച് GTSലെ ആളുകളൊക്കെ മെല്ലെ അങ്ങോട്ട് ഇങ്ങനെ ആക്കി എൻ്റെ ആ സ്കോഡ ഇങ്ങനെ ഒഴുകി 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 വരുമ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ കാണുന്നത് ഒരു BMW, സോറി, പിന്നെ ഒരു ബെൻസിന്റെ S-ക്ലാസ് ഇങ്ങനെ വന്ന് വരുന്നു. അപ്പം ടീമൊക്കെ അങ്ങനെ ഇതാവുന്നു, നമ്മളതിൽ നിന്ന് ഇറങ്ങുന്നു. ആ ഒരു കോടീശ്വരന്റെ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ചിന്തിക്കും എപ്പോഴും. കാരണം നമ്മളെന്തോ എന്നല്ല, നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മൾ കോടീശ്വരനാണ്. നമുക്കേ കോടീശ്വരൻ ചിന്തയില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? പിച്ചക്കാരന്റെ മനസ്സുകൊണ്ട് കോടീശ്വരനാകാൻ പറ്റുമോ യൂസഫ് സാറേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോടീശ്വരനാണ്, കോടീശ്വരൻ പെരുമാറുക. ആ സംസാരത്തിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ലക്ഷറി ഫീൽ ചെയ്യണം മറ്റുള്ളവർക്ക്. നമ്മളെ അടുത്ത് വരുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മളെ ചിരിയിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവണം, നമ്മൾ നോട്ടത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആകാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്നിടത്താണ് യഥാർത്ഥമായിട്ടുള്ള എന്തുണ്ടാകുന്നത്? നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവർ ധരിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മള് ചില ലീഡേഴ്സിന്റെ ഒക്കെ അടുത്തെത്തി കഴിയുമ്പോൾ അയാൾ അടുത്തെത്തുമ്പോൾ തന്നെ എന്താണ്, അയ്യോ ഇവനാണോ കോടീശ്വരനാകാൻ പോകുന്നത്? അവന്റെ ഒരു എന്താ പറയാ, രാത്രിട്ടുള്ള ഓടി ആ സ്മെല്ല്, വേർപ്പിന്റെ സ്മെല്ല്, കൈ കൊടുക്കുമ്പോൾ ഒരു തണുത്ത ശവത്തിന് കൈ കൊടുത്തിനോട്ടില്ല. ചിലർക്ക് കൈയൊക്കെ പിടിക്കുമ്പോൾ ഒരു ശവത്തിന്റെ കൈ പിടിച്ചോട്ടാ. ഇങ്ങനെയൊക്കെയാണ് കോടികൾ ഉണ്ടാക്കാൻ പോകുന്നത്. നട്ടക്കോ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് കൈ നമ്മൾക്ക് ഇത് പപ്പടം ഞെരിയുമ്പോൾ ഞെരിയാൻ തോന്നാം. ഓ, ഈ കൈ ഇത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്കൊരു കോടീശ്വരനായിരിക്കും, ഇവൻ കോടീശ്വരനാവും. ആ ഒരു പ്രാർത്ഥനയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ചിന്തയായിരിക്കും നമ്മളെ കോടീശ്വരനാക്കുന്നത്. അല്ലാതെ കോടീശ്വരൻ അല്ലെങ്കിൽ ടീം ഉണ്ടായിട്ടും ആ ടീമിന്റെ വാല്യൂയിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടു വേണം ടീം പഠിക്കാൻ. നമ്മൾ ചെയ്യുന്നത് കണ്ടാ ടീം പഠിക്കുക, നമ്മൾ പറയുന്നത് കേട്ടല്ല. ഇപ്പൊ അനിൽകുമാർ പ്രസംഗിച്ച് പോവാം, അങ്ങനെ പ്രസംഗിച്ചോട്ട് കാര്യമില്ല. നിങ്ങൾ നാളെ എന്നെ കാണുമ്പോൾ നോക്കും, ഈ ചങ്ങായി രാവിലെ വന്ന് ഭയങ്കര വിട്ടുപോയിക്കല്ലോ. എന്നിട്ട് ചങ്ങായി പോകുന്ന പോക്കോക്ക് പഴയ ഒരു ബൈക്കിന്റെ മുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ അങ്ങനെ നോക്കും. പണ്ട് എന്നെ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് സത്യത്തില് ഞാൻ സ്റ്റാർട്ടിങ് ശരിക്കും സ്റ്റാറൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനൊരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിന്റെ അകത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ഒന്ന് രണ്ട് പയ്യന്മാർ വന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് CSR STC റാങ്കിലാക്കി സംശയമുണ്ട്. അന്ന് CSR ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ വില കുറഞ്ഞ ഡ്രസ്സാണ്, നല്ല വൃത്തിയുള്ള ഡ്രസ്സാണെങ്കിലും അദ്ദേഹത്തിന് ഷൂ എന്ന് പറഞ്ഞാൽ റബ്ബർ ഷൂ ആയിരുന്നു. അപ്പം അതേപോലെ തന്നെ ബെൽറ്റൊക്കെ പറഞ്ഞാൽ ഒരു 150 രൂപന്റെ ബെൽറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പയ്യൻ ചോദിച്ചു, സാറ് ഈ ബിസിനസ് കൂടി സാർ പറഞ്ഞു, കമ്പനി 2,10,000 കൊടുത്ത ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ഞാനും വാങ്ങും 2,10,000. അപ്പൊ ആ പയ്യൻ എടുത്ത് ചോദിച്ചു, സാർ എന്ന് വെച്ചാൽ സാർ ഇട്ടിരിക്കുന്ന ഷൂവിന് എന്ത് വിലയുണ്ട്? നോക്കുമ്പോൾ 150 രൂപയുള്ളൂ. സാർ ഇട്ടിരിക്കുന്ന ബെൽറ്റ് എന്ത് വിലയുണ്ട്? അത് 85 രൂപ. സാർ ഇട്ടിരിക്കുന്ന പാന്റ് അങ്ങനെ നോക്കുമ്പോ മൊത്തത്തിൽ ആ പയ്യൻ ചോദിച്ചാലും, നിങ്ങൾ ഇത്രയൊക്കെ ഇത് ഇട്ട് പോയിട്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത്, പിന്നെ നിങ്ങൾ ഈ 2,10,000 എങ്ങനെ ആളുകൾ ഉൾക്കൊള്ളും? അന്നാണ് സാർക്ക് ഒരു കാര്യം മനസ്സിലായത്, ഒരു റിച്ച്നെസ് ഫീല് നമുക്ക് ഉണ്ടാകും. ഷർട്ടും പാൻറ്റും ഷൂ ഒക്കെ തന്നെ സാറിനോട് ചോദിച്ചാൽ സാർ തന്നെ പറയും. കാരണം ഇതേപോലെ നമ്മളെ ഓരോരുത്തരെയും വാച്ച് ചെയ്യുന്ന ആളുകൾ പുറത്തുണ്ട് അല്ലേ? നമ്മളെങ്ങനെ വാച്ച് ചെയ്യും? അവൻ എന്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്, അവൻ കുറെ കാലം ഇത് വേഗം തൂക്കി പോകുന്നത്, എന്ത് മാറ്റം ഉണ്ടാക്കിയത്, അത് ചിന്തിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്, നമ്മൾ അളക്കുന്നത്. ശരിയാണോ? മനു സാറ് ഓർക്കുന്നുണ്ടോ, ഞാനൊക്കെ തുടക്കത്തിൽ വന്ന സമയത്ത് എൻ്റെ നാനോ കാറായിട്ട് വന്നത്? ഞാനിപ്പോ NTC റാങ്കിലും ആ നാനോ കാറാണെങ്കിൽ നിങ്ങളൊക്കെ എന്താ പറയാ? ഒന്നോർത്ത് നോക്കിയേ, എന്ത് പറയും? ആ നാനോ കാറാണ് എൻ്റെ മനസ്സിൽ. ശരിക്കും ആ നാനോ കാറ് ഞാൻ എന്താ പറയാ ഒരു സെക്കൻഡ് കാർ വാങ്ങിയതാണ്. ഏകദേശം 75,000 രൂപയ്ക്കാണ് ആ കാർ വാങ്ങിയത്. അത് പിന്നെ 50,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പലരും ഞാൻ വരുമ്പോൾ ഞാൻ STC ആകുന്ന സമയത്തും ഞാൻ ആ DTC റാങ്കിൽ വാങ്ങിയിട്ടുണ്ട്. DTC ZTC റാങ്കിലാണ് ഞാൻ കാർ വാങ്ങിയത്. DTCയിലാണ് വാങ്ങിയത്. ബ്രാൻഡ് ന്യൂ ZTC ആകുന്നത് ആ കാർ കൊണ്ടാണ്. ആ ZTC റാങ്കിലും ഉപയോഗിച്ച കാർ STC കാറുമ്പോൾ കളിയാക്കാൻ തുടങ്ങി. സാറ് കോടികളുടെ ബിസിനസ് പറഞ്ഞിട്ട് ഈ ഒരു നാനോ കാറും കൊണ്ടാണ് നടക്കുന്നത്. അത് അപ്പൊ എന്നെ കാണുന്നത് നാനോ ഡയമണ്ട് എന്നൊക്കെ എന്നെ വിളിക്കും, അവിടുത്തെ കളിയാക്കിയിട്ടുണ്ട്. ഓ ഡയമണ്ട് ആകാൻ പോകുന്നത് നാനോ കാറായിട്ട് വരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് മീറ്റിംഗ് സെന്ററിൽ കളിയാക്കിയിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ട്, സാറേ ഞാൻ നിങ്ങൾ ഞെട്ടിക്കും ഒരു ദിവസം. ആ 75,000 വണ്ടിയിൽ നിന്ന് ഞാൻ നേരെ പോയത് 19 ലക്ഷത്തിന്റെ കാറിലേക്കാണ്. വേണേ എനിക്കൊരു 5 ലക്ഷത്തിന്റെ കാർ എടുത്താലും
ആരും കുറ്റം പറയില്ല. പറയോ മനോജ് സാറേ? കാരണം എന്താ, ചെന്നാളെ ചോദിച്ചാൽ നാനോ കാറാ. അപ്പോൾ ഒരു ഒരു പഞ്ചിന്റെ കാർ, ഒരു 7 ലക്ഷത്തിന്റെ പഞ്ചിന്റെ കാറായാലും ആളുകൾ എന്ത് ചെയ്യില്ല, എന്നെ കുറ്റം പറയില്ല. ഒരു 10 ലക്ഷത്തിന്റെ എന്താ പറയാ അമേസിങ് കാറാണെങ്കിലും ആരും കുറ്റം പറയില്ല. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ ഒരു 10-12 ലക്ഷത്തിന് കറക്റ്റ് എടുക്കാം, അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കാം. അതൊന്നും എടുക്കാതെ നേരെ അല്ല, ഒരു കാലത്ത് ഞാൻ പറയുന്ന വാക്കുണ്ടാവും, പ്രഭു കുടുംബങ്ങൾ മാത്രം ബ്രാൻഡ് ചെയ്തിട്ടുള്ള കാറാണ് സ്കോഡ. ആ കാറിലേക്ക് മാറ്റിയ ഒരു ബ്രാൻഡാണത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മളെ ബ്രാൻഡ് ചെയ്യാൻ പറ്റണം. നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റുള്ള തോന്നണം ഇവൻ കോടീശ്വരനാണ്, കോടീശ്വരന്റെ സിമ്പിളാണ്. അങ്ങനെ നമ്മളെ ബ്രാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. മനസ്സാറെ ഓക്കെ അല്ല, അതിനിടയ്ക്ക് മൊത്തം ഇത് കട്ടായോണ്ട് സംശയം. അപ്പം നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടൊന്നും കാര്യങ്ങളില്ല. ആളുകൾക്ക് നമ്മൾ കാണുമ്പോൾ ആ ഫീൽ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ കൃത്യമായി ചെയ്തപ്പോൾ കുറെ പെർഫോമൻസ് അടിക്കാൻ പറ്റി. ഏജിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് NTS റാങ്കിൽ എത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് 2019 അവസാനത്താണ്. നവംബർ മാസമാണ് ഐഡിയ അടിക്കുന്നത്. പിന്നെ ഒരു 4-5 മാസം ബിസിനസ് സീരിയസ് ഒന്നുമല്ല, കാരണം ചെയ്യുന്ന മേഖലയെ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇറങ്ങിയതിന് ശേഷം എന്തില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫാസ്റ്റായിട്ട് 2,16,000 അടിച്ചു. ആ ഫാസ്റ്റായിട്ട് തന്നെ റാങ്കുകൾ ചേഞ്ച് ചെയ്തു. എൻ്റെ ഓർഗ് 1 ഓർഗ് 2 എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ് പോകുന്നത്. കാരണം ഞാൻ 2 ഭാഗത്തും ഒരേ സപ്പോർട്ട് കൊടുക്കാം. ചില ആൾക്കാർ അത് ഓർഗ് 1 ലീഡർ നോക്കട്ടെ, ഓർഗ് 2 ഞാൻ നോക്കാം, അങ്ങനെയാണ് ചില ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ലീഡർ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ 2 കാലം എങ്ങനെയാണ്, 2 കൈയും എങ്ങനെയാണ്, ഇതേപോലെ തന്നെ നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് 2 ലെഗുകളും 2 ടീമും. അപ്പം നിങ്ങൾക്ക് എപ്പോഴും എന്തുണ്ടാവണം, ഈ ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം. കാരണം ബിസിനസ് നിങ്ങളുടേതാണ്, ഇവർ നിങ്ങൾക്ക് പാസീവ് ഇൻകം തരേണ്ട ആളുകളാണ്. അപ്പം നിങ്ങൾ ഇവരോട് എത്രത്തോളം സ്നേഹത്തോടു കൂടി പെരുമാറി, എത്രത്തോളം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, അതായത് അത് നിങ്ങൾക്ക് ആ നേട്ടങ്ങളെ എത്തും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, 40 വർഷം അധ്വാനിച്ചാൽ നേടാൻ പറ്റുന്നത് 4 വർഷം കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ എന്ത് വേണം, ആ 40 വർഷത്തെ അധ്വാനം 4 വർഷം കൊണ്ട് അധ്വാനിക്കേണ്ട ഒരു മാനസികാവസ്ഥയിൽ മാറണം. അങ്ങനെ മാറുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ ആഴ്ച എത്ര വരുമാനം വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ലീഡർ അല്ല തീരുമാനിക്കേണ്ടത്, ടീം അല്ല തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മോർണിംഗ് മീറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഒരു തീരുമാനം എടുക്കുക. സാറേ എൻ്റെ ഈ ആഴ്ചത്തെ പറഞ്ഞല്ലോ അത് ഇത്രയായിരിക്കും. ഇപ്പൊ AIG നമുക്കൊരു കോൺട്രസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എത്ര അത് ഏറ്റെടുത്തത് എനിക്കറിയില്ല. നമ്മളെ ബെന്നി സാർ നമ്മളെ മെന്ററാണ്, സംഭവമാണ്, പ്രസ്ഥാനാണ്, WITC ആണ്. അത് 5 ലക്ഷം വരുമാനം മാസം ആകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മോട്ടിവേറ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ഗോവ കോൺടെസ്റ്റ് വിന്നറായിട്ടുണ്ട്, എത്ര വിന്നർ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിന് മറുപടി നിങ്ങൾ പറയണം. കാരണം എന്താ, ഗോവ കോൺടെസ്റ്റ് നമുക്ക് തായ്ലാൻഡിലേക്കുള്ള സ്റ്റെപ്പാണ്. കാരണം എന്താ, ഞാനൊക്കെ തായ്ലാൻഡിൽ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത്, അതെ തായ്ലാൻഡ് ട്രിപ്പ് വിന്നറാണ് ഞാൻ. ഈ തായ്ലാൻഡിൽ ഈ ബിസിനസ് വന്ന സമയത്ത് അന്ന് ശൈലസനുണ്ടായിരുന്നു, സാറേ തായ്ലാൻഡ് അടിക്കണം. ഞാൻ അതിന് വേണ്ടി ഓടി. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ഓടേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഓടി എന്ത് ചെയ്തു, അന്ന് ബെല്ലി സാർ വെച്ചുള്ള ഗോവ ട്രിപ്പായിരുന്നു ഫസ്റ്റ്. ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഗോവ ട്രിപ്പ് അടിക്കാനുള്ള പരിപാടി എടുത്തു. ടീമിൽ നിന്ന് കുറെ ആൾക്കാരെ അടുപ്പിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഗോവ ട്രിപ്പിൽ എൻ്റെ ടീമിൽ ഒരു 4ഓളം വിന്നർ ഉണ്ടാക്കി. അന്ന് ഏത് സ്റ്റാർ റാങ്കിൽ നിന്നുകൊണ്ട് 4 വിന്നർ, ഓർഗ് 1 ഓർഗ് 2 വിന്നർ ഉണ്ടാക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അന്ന് പിന്നെ ബെല്ലി സാർ 2ാമത്തെ മാസം വെച്ചത് എനിക്ക് തോന്നുന്നു മൈസൂർ ട്രിപ്പാണ്. അതിലൊരു 8 പേരെ ഞാൻ വിന്നാക്കി. പിന്നെ വെച്ചത് കൂർഗ്. ഈ കൂർഗ് അടിക്കുമ്പോഴേക്ക് ഞാൻ തായ്ലാൻഡ് ട്രിപ്പ് വിന്നറായി. കോഴിക്കോട് ജില്ലയിൽ 4 വ്യക്തികളാണ് അന്ന് തായ്ലാൻഡ് അടിച്ചിട്ടുള്ളത്. അതിലൊന്ന് അനിൽകുമാർ ബാലുശ്ശേരിയാണ്. അനിൽകുമാർ ബാലുശ്ശേരി തീരുമാനം ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തായ്ലാൻഡ് ട്രിപ്പ് കമ്പനി വെച്ചിട്ടുണ്ട്. അതിൽ ജെൻസിന് 3,75,000 ബിസിനസ് വോളിയവും, സ്ത്രീകൾക്കും അല്ലെങ്കിൽ ന്യൂ ജനറേഷനും 3,00,000 ബിസിനസ് വോളിയം മാച്ചിങ് മതി. ആലോചിച്ചു എത്ര സിമ്പിളാണ്. വള്ളിക്കെട്ടുകളൊന്നുമില്ല. ഞാൻ അന്ന് തായ്ലാൻഡ് അടിക്കുന്ന സമയത്ത് ന്യൂസ് സ്റ്റാർ വന്നിട്ടുണ്ടായിരുന്നു, അതെടുക്കണമായിരുന്നു. പിന്നീട് നമുക്ക് ഡിജി വേൾഡ് എടുക്കണമായിരുന്നു അല്ലെ. പിന്നെ അന്ന് തായ്ലാൻഡ് കോൺടെസ്റ്റിലൊക്കെ ഡിജി വേൾഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡിജി വേൾഡ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് ടീമിൽ നിന്ന് 3 തായ്ലാൻഡ് ട്രിപ്പ് വിന്നറെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ടാർഗറ്റ് കമ്പനി തരുമ്പോൾ അത് ഏറ്റെടുക്കണം. കാരണം നമുക്ക് വിജയമറ്റ കമ്പനി തന്നിട്ടുള്ളത്, അത് നമ്മൾ ഏറ്റെടുക്കാതെ നമ്മളെങ്ങനെ വിജയിക്കാം? ഏറ്റെടുത്ത് നിങ്ങൾ ഓടണം. ഓടിയിട്ട് കിട്ടണ്ട, ചിലപ്പോൾ പരാജയപ്പെട്ടോട്ടെ, എന്താ നഷ്ടം? അത്രയും ബിസിനസ് വഴി കയറുമ്പോൾ അത്രയും വരുമാനം കിട്ടില്ലേ?
സാറേ തുറക്കതേ വരൂ സാറേ, 3,75,000 നടക്കുക സാറേ, ഈ നടക്കുക സാറേ, എന്നോട് പറയണ്ട സാറേ, എനിക്ക് പറ്റില്ല സാറേ. ഇതല്ലേ പലരുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടീം എങ്ങനെ ചിന്തിക്കുക? പക്ഷെ എനിക്ക് ഈ തായ്ലാൻഡിലേക്ക് നിങ്ങൾ നോക്കൂ, എന്ന് ബെന്നി സാറിന്റെ ടീമില് തായ്ലാൻഡ് ട്രിപ്പ് അടിക്കുന്ന വ്യക്തികൾ ഫസ്റ്റ് അടിക്കുക അത് അനിൽകുമാർ വാശിന്റെ ടീമിലാണെന്ന് അനിൽകുമാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് അനിൽകുമാരുടെ തീരുമാനം. ബെന്നി സാറിന്റെ ടീമില് തായ്ലാൻഡ് അടിക്കുന്ന, അല്ലെങ്കിൽ ബെന്നി സാറിന്റെ ടീമിൽ ഒരുപാട് CTC, NTC, RTC, അതായത് പവർഫുൾ ലീഡേഴ്സിന്റെ ഒരു നിര തന്നെ ബെന്നി സാറിന്റെ ടീമിലുണ്ട്. പക്ഷേ ഫസ്റ്റ് തായ്ലാൻഡ് ട്രിപ്പ് വിന്നർ ഉണ്ടാവുക അത് അനിൽകുമാർ ടീമിലാണ്. എന്തുകൊണ്ടാണ് അനിൽകുമാർ ടീമിൽ വരാൻ കാരണം? ബെന്നി സാർ 21ഓളം ആളുകളെ വിന്നറാക്കിയിട്ടുണ്ട് ഞാൻ, 21ഓളം ആളുകളെ. അപ്പം നിങ്ങൾക്കും ഗോവ ട്രിപ്പ് പോണ്ടേ? ആദ്യം ഗോവ ട്രിപ്പ് സാർ വെച്ച സമയത്ത് 50,000 ബിസിനസ് വോളിയം ഓർക്ക് വണ്ടി ടൂരും മാച്ചിങ് പേരിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് ഒരു 10 വിന്നർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു ടീമിൽ കൂടി എത്ര ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് ഒരു 10 വിന്നർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ 2 ആഴ്ച മുമ്പ് വന്നിട്ട് തന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞത് ഓർക്ക് ടൂ, അതായത് നമ്മളെ ഇന്ത്യ സൈഡിൽ മാത്രം 50,000 BV ഉണ്ടാക്കിയാൽ മതി, മറ്റേ സൈഡ് ഉണ്ടാക്കണ്ട. അവിടെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് 11ഓളം ആളുകൾ ഇപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് ഈ ഒരു വെള്ളിയാഴ്ചയും കൂടി നമുക്കുണ്ട് അല്ലേ? ഇന്നിപ്പം ശനിയാഴ്ചയാണ്, ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് കട്ട് ഓഫ്. ആ കട്ട് ഓഫിനുള്ളിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാം. പക്ഷേ മരുന്നിനെങ്കിലും മനോജ് സാർ നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാളെങ്കിലും നിങ്ങൾ വിന്നാക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉള്ള ഒരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, കൃത്യമായിട്ട് ഇന്നത്തെ എൻ്റെ മോർണിംഗ് മീറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത്, ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര ആളുകളുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇതുകൊണ്ട്, എന്നാലും ഒരു 10-80ഓളം ആളുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ 80ഓളം ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇല്ലേ, 80ഓളം ആളുകൾ പറയാനുള്ളത്, നിങ്ങൾ ഗോവ ട്രിപ്പ് വിന്നറായിരിക്കണം. സുബ്രഹ്മണ്യൻ സാറൊക്കെ വന്നിട്ടുണ്ടല്ലോ, വെയിറ്റ്. ഓക്കെ, അപ്പൊ സുബ്രഹ്മണ്യൻ സാർ അവിടെ ഒരാളെ വിൻജിച്ചിട്ടുള്ള സംശയമുണ്ട് എനിക്ക് അല്ലേ സാറ്? ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കറിയില്ല. ഞാൻ സാറേ ഒരാളുണ്ട്. ഞാൻ സാറ് എൻ്റെ മീറ്റിംഗ് സാർ ഇതുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ആക്കിയിട്ട് ഇന്ന് ഇതിൽ കാണുന്ന 80 ആള് മാക്സിമം ഗോവ ട്രിപ്പിന്, കാരണം വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. നിങ്ങൾക്ക് ഈ ഒരാഴ്ച ധാരാളം, നിങ്ങൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ 50,000 BV ഉണ്ടാക്കണ്ടു. ഒന്ന് ആഞ്ഞു പിടിച്ച് ഇന്ന് മുതൽ 7 ദിവസത്തേക്ക് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ മാക്സിമം ഗോവ ട്രിപ്പ് വിന്നേഴ്സിനെ സൃഷ്ടിക്കാൻ പറ്റും. പക്ഷെ ഏറ്റെടുക്കണം, ചങ്കൂറ്റമുള്ളവരായിരിക്കണം മൈലേജ് ചെയ്യുന്ന ആൾക്കാർ. വെറുതെ ആക്കാൻ നോക്കാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മൈലേജ് ചെയ്യരുത്. അങ്ങനത്തെ ആൾക്കാർ എന്താ പണിക്കാരെ പോയിക്കോളാം. ചങ്കൂറ്റത്തോടെ ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു വിന്നറായിരിക്കും, ഞാനൊരു ലീഡറായിരിക്കും. ആ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് തെളിയിച്ചു തന്നിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗോവ കോൺടെസ്റ്റ് നിങ്ങളുടെ അല്ലെങ്കിൽ ടീമിൽ ഏറ്റവും കൂടുതൽ വിന്നർ ഉണ്ടായിക്കൊണ്ട്, കാരണം ഒരു സ്റ്റാർ പോലും ചിന്തിക്കണം, ഓരോ സ്റ്റാർ പോലും ചിന്തിക്കണം, ഒരു വിന്നറെങ്കിലും ഞാൻ ഉണ്ടാക്കും. അങ്ങനെ സ്റ്റാർ പോലെ മോളോട്ടുള്ള എല്ലാ ലീഡേഴ്സും എന്ത് ചെയ്യാം, ഇതിൽ RTCയുടെ സുബ്രഹ്മണ്യൻ സാർ വരെ ചിന്തിക്കുക, ഒരു വിന്നറെങ്കിലും ഞാൻ ലിസ്റ്റർ ഉണ്ടാക്കും. അതേപോലെ തന്നെ ബെന്നി സാർ ഇപ്രാവശ്യം നമുക്ക് ഒരു അവസരം തന്നിട്ടുണ്ട്. TC മുതൽ മോളോട്ടുള്ള ആളുകൾക്ക് 50 എടുത്താലും എന്ത് ചെയ്യുക, ഗോവ വിന്നറാവാം. അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിന്നറായി കാണിച്ചു കൊടുക്കണം. ഞാൻ ചെയ്യാത്തത് മറ്റുള്ളവർ ചെയ്യില്ല, ഞാൻ ചെയ്യുന്നത് മാത്രമേ മറ്റുള്ളവർ ചെയ്യുള്ളൂ, അത് നിങ്ങൾ തിരിച്ചറിയാം. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഗോവ വിന്നാക്കാനുള്ള ആ ഒരു വീക്കാക്കിയിട്ട് ഇത് മാറ്റുക. ഈ ആഴ്ച മാക്സിമം ഗോവ വിന്നേഴ്സിനെ നിങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒരിക്കൽ കൂടി വിളിക്കണം, കാരണം എനിക്ക് ഒരു സന്തോഷമാവും. കാരണം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച് എൻ്റെ എനർജിയൊക്കെ മാറ്റിച്ചില്ലേ. സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല സ്ട്രെയിനുള്ള വർക്കായിരുന്നു. അപ്പം തോട്ട് ഇൻഫെക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ആ ആവേശത്തോട് സംസാരിക്കാൻ പറ്റുന്നില്ല. തൊണ്ട അങ്ങോട്ട് പിടുത്തം അതിനെ സംസാരിക്കാൻ അറിയാൻ പറ്റും. മറ്റേ ഞാൻ അങ്ങനെയല്ല സംസാരിക്കാറുള്ളത്, ഇങ്ങനെ പതിഞ്ഞ് ഞാൻ സംസാരിക്കാറില്ല, അതെനിക്ക് ശീലമില്ല. അപ്പം ഇത് അപ്പോൾ മനോജ് സാർ ഇന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാം, നമ്മളെ അടുത്ത സുഹൃത്താണ് മനോജ് സാറ്, ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറിയിട്ടുള്ളത് മനോജ് സാറെ. അപ്പം ഓൾറെഡി തൊണ്ടയുടെ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഡെയിലി ഫീൽഡിൽ നല്ല ഇതാണ്, ഡെയിലി ഫീൽഡിൽ നല്ല ഒരു എന്താ പറയുക എഫേർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. അതായത് ഇപ്പം ഗോവ ട്രിപ്പ് വിന്നേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എനിക്കൊരു ഈ ആഴ്ച കൊണ്ട് ഒരു 10 ആളെ കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു ടാർഗറ്റാണ് ഉണ്ടായിട്ടില്ല. ഒരു 30 ആളിൻ്റെ മുകളിൽ അനിൽകുമാറിൻ്റെ ടീമിൽ നിന്ന് പോകണമെന്ന് ഞാൻ ബെന്നി സാറിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് രണ്ടാമത്തെ ഇത് നീട്ടുന്നത്. രണ്ടാമത് അതിന് ഞാൻ തന്നെയാണ് മുൻകൈ എടുത്ത് സാറ് 2 ആഴ്ച കൊണ്ട് നേടിത്തരുന്നത്. കാരണം വെച്ചാൽ അത്രയും അതിനെനിക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുണ്ട് RRR, നമ്മളെ ശൈലജ് സാറിൻ്റെ RRR നിങ്ങൾ വെക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല.
ശൈലജ സാറിന്റെ 2 ദിവസത്തെ ഒരു RTP ആണ്. അത് എനിക്ക് ഏറ്റവും ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 10-50ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ RTP ചെയ്തിട്ടുള്ളത്. അതിൽ 45 ആളും അല്ലെ 5 ആള് ലീഡേഴ്സാണ്, 45 ആളും പുതിയ ആളുകളാണ്. ആ പുതിയ ആളുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സാർ ഞങ്ങൾ ഗോവ ട്രിപ്പ് വിന്നാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൽ 21 ആളും വിന്നായിട്ടുണ്ട്. ഈ ആറാറിൽ വന്ന 21 ആളും വിന്നായിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ എന്തായാലും എന്തെങ്കിലും 2-3 ആൾക്കാർ ഒഴിഞ്ഞു പോയെങ്കിലേ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു 7 ദിവസം കൊണ്ട് വിന്നായിരിക്കും. അപ്പം ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥന സ്നേഹമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം, അത് അവരെ കൂടെ വിന്നാക്കാൻ. പക്ഷെ എൻ്റെ ടീം മാത്രം പോകുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നിങ്ങളുടെ ടീമിൽ നിന്നൊക്കെ ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യാം, 3 ദിവസം ഗോവയിൽ പോയിട്ട് വരാം. കാരണം അതൊരു സ്നേഹമാണ്, സന്തോഷമാണ്. കാരണം നിങ്ങളെ ഇപ്പം നമ്മൾ സുബ്രഹ്മണ്യൻ സാർ പോലുള്ള ലീഡേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്ത ലീഡേഴ്സാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിപ്പെടാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഞാനെടുത്ത് ചെലവഴിക്കുന്നില്ല. അതുകൊണ്ട് ഇവന്റുകൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക. ശൈലജ സാറിന്റെ മയുത്സവ് സീസൺ 5 വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അത് എന്നെ അനിൽകുമാർ എന്ന വ്യക്തിക്ക് അഡ്രസ് ഉണ്ടായി തന്ന ഒരു പ്രോഗ്രാമാണത്. സീസൺ 1 ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായിട്ടില്ല. 2019 സീസൺ 1. അന്ന് ഞാൻ ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഞാൻ മാത്രമേ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. എന്നാൽ സീസൺ 2 ആകുമ്പോഴേക്കും ഞാൻ തായ്ലാൻഡ് ട്രിപ്പ് വിന്നറും കമ്പനിയുടെ DTC റാങ്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 40ഓളം ആളുകളെ അന്ന് എനിക്ക് പ്രോഗ്രാം പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. സീസൺ 3 ആകുമ്പോഴേക്കും ആ 7 ലക്ഷം ഞാൻ 75 ലക്ഷം ബിസിനസ് വോളിയം വെച്ചുകൊണ്ട് RTC റാങ്കും സീലിംഗ്. അപ്പൊ ഡബിൾ അച്ചീവ്മെന്റ്സോട് കൂടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് എത്താറുള്ളത്. സീസൺ 4 ഉണ്ട്. സീസൺ 5 ആകുമ്പോഴേക്കും ഇപ്പൊ നാഷണൽ ടീം കോർഡിനേറ്റർ. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ. ഇത് അനിൽകുമാറിന്റെ കുത്തകയല്ല, നിങ്ങൾ ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും. അങ്ങനെ എല്ലാവരും ലീഡേഴ്സിന്റെ, അതായത് കണക്ട് ദ സിസ്റ്റം, കണക്ട് ദ ലീഡർ. നിങ്ങൾ ചിന്തിക്കേണ്ടത് മൈനേഷ്യൽ ബിസിനസ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ടാവാം, പക്ഷെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് FSS, GTS, 1 ഡേ 2 ഡേ RTP, RRR, പ്രൊഡക്ട് ട്രെയിനിങ്. ഇതൊക്കെയാണ് സിസ്റ്റം. നിങ്ങൾ ടീമിനെ മാക്സിമം സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് കണക്ട് ദ ലീഡർ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മനോജ് സാർ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾ എല്ലാ കാലവും മനോജ് സാറിനെ അംഗീകരിക്കാൻ നിർബന്ധമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മുകളിലുള്ള ഓരോ ലീഡറെ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ലീഡേഴ്സായിട്ട് അവരെ കണക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ലീഡേഴ്സിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് അവർ മാറുമ്പോഴാണ് നിങ്ങളെക്കാട്ടും വലിയ നേട്ടങ്ങളിലേക്ക് താഴത്തെ ലീഡേഴ്സ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ലീഡേഴ്സായിട്ട് ടീമിനെ കണക്ട് ചെയ്യുകയും സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ ചെയ്യുമ്പോഴാണ് വിജയങ്ങൾ ഉണ്ടാവുക. അങ്ങനെ തീരുമാനമെടുത്ത് ഏറ്റവും കൂടുതൽ ഗോവ വിന്നേഴ്സിനെയും തായ്ലാൻഡ് വിന്നേഴ്സിനെയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് നല്ല ഒരു, കാരണം വെച്ചാൽ വിജീഷ് വിജയൻ സാറിന്റെ ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ ടീം തന്നെയാണ്. അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ആ ഒരു ബന്ധങ്ങൾ അങ്ങനെയാണ്. അദ്ദേഹത്തിന് എന്ത് സ്ട്രാറ്റജി ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹം എന്നോട് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു ജ്യേഷ്ഠനെ പോലെ എന്നെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വിജീഷ് സാറ്. അപ്പം അത്രയും നല്ല വ്യക്തിത്വത്തിന്റെ, പെരുമാറ്റത്തിന്റെ ഒരു ഉടമയാണ്. സത്യത്തിൽ നിങ്ങൾ ഏറ്റവും മഹാഭാഗ്യന്മാരാണ്. ഇങ്ങനെ ഒരു ലീഡറെ കിട്ടുക എന്ന് പറയുന്നത് ഒരു മുജ്ജന്മ സുഹൃതമായിട്ട് കാണാം. ഒരുപക്ഷെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ തോന്നാം, അത് ഏതൊരാൾക്കും തോന്നില്ലേ, സ്വന്തം അച്ഛനോടും അമ്മയോടും വരെ നമുക്ക് പലപ്പോഴും അതൃപ്തി തോന്നാറുണ്ട്. അത് ആ സ്നേഹം കൂടുതലുകൊണ്ടാണ് തിരിച്ചറിവിലേക്ക് വരിക. അപ്പം ഏറ്റവും ഭാഗ്യവന്മാരായിട്ടുള്ള, ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമിനോട് ഇന്ന് സംസാരം കഴിഞ്ഞത് ഞാൻ ഭാഗ്യവാനായിട്ടും ധന്യനായിട്ടും കാണുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടാവണം. എന്തെങ്കിലും ഒരു പോരായ്മയോ സംസാരത്തിലോ എവിടെയെങ്കിലും ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠനോടോ അനുജനോടോ അല്ലെങ്കിൽ സഹോദരനോടോ സുഹൃത്തിനോടോ ക്ഷമിച്ചുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ, അതുപോലെ തന്നെ ഹാപ്പി ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. ദെൻ ഓക്കെ, താങ്ക് യു.